അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് എടുത്ത് നോക്കുകയാണെങ്കിൽ 3 കാര്യങ്ങളാണ് എനിക്ക് മെയിനായിട്ട് പറയാനുള്ളത് കേട്ടോ. ഫസ്റ്റ്, ക്യാപ്റ്റൻസി. 3 ക്യാപ്റ്റൻസ് ഒരുമിച്ച് വന്നൊരു ഹിസ്റ്ററിയാണ്. ഗുഡ്. പക്ഷെ നോ ഇമ്മ്യൂണിറ്റി. ഓക്കെ. അപ്പം ഫസ്റ്റ് ക്യാപ്റ്റൻസി, സെക്കൻഡ് നോമിനേഷൻ, അത് നമുക്ക് കുറച്ച് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യണം. തേർഡ്, നമ്മുടെ ടിക്കറ്റ് ഫിനാലെ ടാസ്കിൻ്റെ ഒരു ഫസ്റ്റ് ടാസ്ക് അല്ലേ, അതിനെക്കുറിച്ചും ഡിസ്കസ് ചെയ്യാം. ആര് വിന്നറായി, ആര് വിന്നറായില്ല, അതൊക്കെ നമുക്ക് നോക്കാം. ഓക്കെ. ഈ 3 കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് ക്യാപ്റ്റൻസിനേക്കാൾ മുകളിൽ ഞാൻ നോമിനേഷനെ കുറിച്ച് പറയാം. എനിക്ക് നോമിനേഷനെ കുറിച്ച് പറയാനും കുറച്ച് കാര്യങ്ങളുണ്ടാവുന്നുണ്ട്. നോമിനേഷനിൽ ഇന്ന് ആദ്യമായിട്ട് കളിച്ചത്, എനിക്ക് ശരിക്കും പറഞ്ഞാൽ ശരിക്കും ഗെയിം ലെവൽ നോക്കുകയാണെങ്കിൽ കളിച്ചത് ആദിലയാണ്. ആദില ഗെയിം ലെവലിൽ സ്വയം സേവ് ചെയ്യാൻ നോക്കി. നോമിനേഷനിൽ നമുക്ക് എല്ലാവരും കൊണ്ടുവരാം, അല്ലെങ്കിൽ സ്വയം സേവ് ആവാനും നോക്കാം. സ്വയം സേവ് ആവാൻ നോക്കി. പുള്ളിക്കാരി ഇട്ട വോട്ട് കൗണ്ട് ചെയ്യാത്തൊരു വോട്ടാക്കി പുള്ളിക്കാരി മാറ്റി സ്വയം സേവ് ആവും. അത് മാത്രമല്ല, അക്ബർ അവിടെ കളിച്ചു. അക്ബർ സ്വയം നോമിനേറ്റ് ചെയ്ത ആളെ നോമിനേറ്റ് ചെയ്യാതെ എക്സ്ട്രാ ഒരാളെ ഇട്ട് കൊടുക്കുകയാണ് ചെയ്തത്. അതൊരു ലെവൽ ഓഫ് ഗെയിം എന്ന് ഞാൻ പറയും. പിന്നെ എനിക്ക് തേർഡ് പറയാനുള്ളത് ഷാനവാസ് ഒരാളെ അങ്ങനെ ഇട്ടു, അനുമോളെ. അത് നമ്മൾ എക്സ്പെക്ട് ചെയ്യാത്ത ഒരാളെ ഇട്ടു. അത് ഓഡിയൻസിന് ഇഷ്ടപ്പെടും. അതാണ് ഗെയിം. ഓക്കെ. ബിഗ് ബോസ് ലെവൽ ഗെയിം എന്ന് ഞാൻ പറയാം. ഇനി ഞാൻ നോമിനേഷൻ ഓപ്പോസിറ്റ് ചിന്തിക്കുവാണെങ്കിൽ, ഗെയിം കളിക്കാത്ത ആൾക്കാരെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത് ഫസ്റ്റ് സാബുമാൻ ഓഫ് കോഴ്സ് ഡിഡ്ന്റ് പ്ലേ എനി ഗെയിം. പുള്ളിക്കാരനെ നോമിനേറ്റ് ചെയ്ത ആളെ തിരിച്ചങ്ങ് നോമിനേറ്റ് ചെയ്തു. അതെന്ത് ഗെയിമാണ്? അതിലൊരു ഗെയിമില്ല, 0 ഗെയിമാണ് അതിലുള്ളത്. അതെന്തുകൊണ്ടെന്ന് ഞാൻ ഫുൾ എക്സ്പ്ലെയിൻ ചെയ്യാം, വെയിറ്റ് ചെയ്യും. ഇനി അടുത്തത് പറയാനുള്ള നെവിൻ ശരിക്കും പറഞ്ഞാൽ അവിടെ ആദ്യം വരുന്ന നോമിനേഷൻ വരുന്ന ആൾക്കാർ, ആദ്യം വിളിക്കുന്ന ആൾക്കാർ ശരിക്കും പറഞ്ഞാൽ ഓരോ വോട്ട് എല്ലാവർക്കും ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് നോക്കേണ്ടത്. അല്ലാതെ അവിടെ സാബുമാൻ വോട്ട് കൊടുത്തിട്ട് കാര്യം. സാബുമാൻ എന്തായാലും ആരെങ്കിലും വോട്ട് ഇടും. കാരണം വെച്ചാൽ എന്താ, സാബുമാനും അനീഷ് എന്ന് പറഞ്ഞാൽ ഒരു ഗ്രൂപ്പിലും പെടാതെ ഇങ്ങനെ നിൽക്കുന്ന ഒരാൾക്കാരാണ്. അപ്പോൾ ഏത് ഗ്രൂപ്പിന് വേണമെങ്കിൽ അത് ടാർഗറ്റ് ചെയ്യാവുന്ന ഈസി ടാർഗറ്റാണ് അവർ. അതുകൊണ്ട് തന്നെ അത് ചെയ്യേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. ആദിലേനെ അവിടെ പറഞ്ഞിരുന്നെങ്കിൽ കുറേയൊക്കെ നോമിനേഷൻസ് ഡിഫറെൻ്റ് ആയാനെ. സത്യമായിട്ടും നെവിൻ അവിടെ ഒരു ചെറിയ മിസ്റ്റേക്ക് പറ്റിയെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതെനിക്ക് അങ്ങനെ തോന്നി. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ആദിലവിടെ വന്നിരുന്നെങ്കിൽ അക്ബറിൻ്റെ സൈഡിൽ ലാസ്റ്റ് വോട്ട് വന്ന അക്ബറിനാണ്. അവരുടെ ഒരു അലയൻസിൽ ലാസ്റ്റ് ചാൻസ് അക്ബറിനാണ്. അക്ബറിന് അവിടെ ഈസിലി നോമിനേറ്റ് ചെയ്യായിരുന്നു. ആരെ? നൂറിനെ, ആദിലിനെ. സിമ്പിളായിട്ട് ഇട്ടൂടെ. കാരണം അത് കഴിഞ്ഞാൽ ബാക്കിയുള്ളവർ ഒക്കെ ഈ ഗ്രൂപ്പിലേക്ക് അലൈൻ ആയിട്ടാണ്, മറ്റു ഗ്രൂപ്പിലേക്ക് അലൈൻഡ് ആണ്. അപ്പോൾ അത് ആണ് നെവിൻ ചെയ്തൊരു മണ്ടത്തരം. പിന്നെ സാബുമാൻ്റെ മണ്ടത്തരം ഞാൻ പറയുകയാണെങ്കിൽ, സാബുമാൻ അവിടെ ചെയ്തത് ഞാൻ പറഞ്ഞല്ലോ, അനീഷിനെ നെവിനെ നോമിനേറ്റ് ചെയ്തു. എന്തുകൊണ്ടാണ്? അനീഷും നെവിനെ എന്നെ നോമിനേറ്റ് ചെയ്തു. അവിടെ അതല്ല ഗെയിം. സാബുമാൻ്റെ സൈഡിലേക്ക് വരുമ്പോഴേക്കും സാബുമാൻ കഴിഞ്ഞിട്ട് വരുന്ന 2 പേരാണ് ഉള്ളത്. ആരൊക്കെയാണ്? നമ്മുടെ ആദിലയും ഷാനവാസും. അതുവരെ നോക്കുവാണെങ്കിൽ എല്ലാവർക്കും, അതായത് അനീഷിനൊരു വോട്ട്, ആര്യനൊരു വോട്ട്, നെവിനൊരു വോട്ട്, ആദിലേക്കൊരു വോട്ട്, ഷാനവാസിനൊരു വോട്ട്, അനുമോൾക്കൊരു വോട്ട്. ഈ റേഞ്ചിലാണ് നിൽക്കുന്നത്. ഈ ലിസ്റ്റ് നോക്കുമ്പം നമുക്ക് മനസ്സിലായിക്കൂടെ, അടുത്ത ആദിലയും ഷാനവാസാണ് വരുന്നത്. അവർ അങ്ങോട്ടും ഇങ്ങോട്ടും വോട്ട് ചെയ്യുമോ? ഇല്ല, 0% ചാൻസ് ആണ്. അപ്പോൾ ബാക്കിയുള്ളവരൊക്കെ വോട്ട് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അനുമോളെ 10% ഞാൻ വിചാരിച്ചിരുന്നു. അതുപോലെ നടന്നു. പക്ഷെ അനീഷ്, ആര്യൻ, നെവിനൊക്കെ അവരുടെ ഈസി ടാർഗറ്റാണ്. അവരങ്ങോട്ട് വോട്ട് ചെയ്യാൻ ഒരു മടി ഉണ്ടാവില്ല. അപ്പോൾ എന്താണ് അവിടെ സാബുമാൻ ചെയ്യേണ്ടിയിരുന്നത്? നോമിനേഷനിൽ ഗെയിം കളിക്കണം എന്നുണ്ടായിരുന്നെങ്കിൽ ചെയ്യേണ്ടിരുന്നത് ആദിലേനെയും ഷാനവാസിൻ്റെ പേരെടുക്കണമായിരുന്നു. സത്യമായിട്ടും ആദിലേയും ഷാനവാസിൻ്റെ പേരെടുക്കുവാണെങ്കിൽ അടുത്ത ആദിലെ ഷാനവാസ് വരുമ്പം അവർക്ക് ബാക്കിയുള്ളവരുടെ പേര് എടുത്തിടാനുള്ള റീസൺ ഉണ്ട്. കാരണം അവർ ഓൾറെഡി നോമിനേറ്റഡ് ആയി. അപ്പോൾ ബാക്കിയുള്ളവരും കൂടി വരട്ടെ എന്നുള്ള ചിന്താഗതിയിൽ ആദില അവിടെ ഗെയിം കളിക്കാൻ പറ്റൂലായിരുന്നു. ആദിലയുടെ ഗെയിം അവിടെ പൊട്ടിച്ചു കൊടുക്കാമായിരുന്നു സാബുമാന്. അത് സാബുമാൻ ചെയ്തില്ല. അതാണ് സാബുമാൻ്റെ ഗെയിം ഫ്ലോ എന്ന് ഞാൻ പറഞ്ഞത്. ഇപ്പോൾ ഈ നോമിനേഷൻ വരുമ്പോഴല്ലോ, ഇൻ്റലിജൻ്റ്ലി ഗെയിം പ്ലേ ചെയ്യണം. അവിടെ ചെയ്യാത്ത പല ആൾക്കാർ ഇതൊക്കെയാണ്. സാബുമാനെ അതുകൊണ്ടാണ് ഞാൻ സേഫ് ഗെയിമർ എന്ന് വിളിക്കുന്നത്. ഹീസ് എ സേഫ് ഗെയിമർ. കാരണം നമ്മളെ നോമിനേറ്റ് ചെയ്ത ആളെ തിരിച്ച് നോമിനേറ്റ് ചെയ്യാനായിട്ട് എന്ത് ഈസിയാണ്. അതിന് ഗെയിമൊന്നും വേണ്ടല്ലോ. അതൊരു വെറുതെ ഒരു റീസൺ മാത്രം മതി. അതല്ല, അവിടെ നമ്മൾ കളിക്കേണ്ടത് എന്താണ്? എങ്ങനെ നോമിനേഷനിൽ എൻ്റെ നോമിനേഷൻ എങ്ങനെ ഡിഫറൻസ് ഉണ്ടാക്കാം, അത് നോക്കി ചെയ്യണമെന്ന്. അവിടെ ആദിലെ ഗെയിം കളിച്ചു കണ്ടോ. ആദിലേക്ക് അറിയാം അടുത്ത ആദിലയും ഷാനവാസുമാണ്. അപ്പോൾ ആദിലിനാണ് ആദ്യം വിളിക്കുന്നതെങ്കിൽ, ആദ്യം വിളിച്ചുകൊണ്ടാണ് കേട്ടോ ആദിൽ അങ്ങനെ ചെയ്തത്. ആദിലിനെ ആദ്യം വിളിച്ചുകൊണ്ട് ആദിൽ എന്ത് ചിന്തിച്ചു? എൻ്റെ ഓക്കെ നോട്ടായാലും കുഴപ്പമില്ല, അത് കൗണ്ട് ചെയ്യാത്തൊരു വോട്ട്, അതായത് അക്ബറിനും അനീഷിനും അങ്ങ് ഇട്ട് കൊടുത്തു. അപ്പം ഇനിയുള്ള ആര്യൻ എന്തായാലും ഷാനവാസ് നോമിനേറ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. കാരണം ഷാനവാസിനെ നോമിനേറ്റ് ചെയ്ത ആര്യനാണ്. പുള്ളിക്കാരുടെ ബ്രെയിനാണ് ഞാൻ പറഞ്ഞത്. പുള്ളിക്കാരി അവിടെ വളരെ വെൽ ഗെയിമറാണ് കേട്ടോ പുള്ളിക്കാരി. സംശയം എന്താ, സ്വയം രക്ഷിക്കാന്നുള്ളൊരു ഗെയിം തന്നെയാണ്. അത് പറ്റി പുള്ളിക്കാരിക്ക്. അപ്പം അതങ്ങ് വിട്ടുകൊടുത്തു. അപ്പോൾ ആര്യൻ എന്തായാലും ഷാനവാസ് നോമിനേറ്റ് ചെയ്യും. പിന്നെ രണ്ടാമത്തെ വോട്ട് അനുമോൾക്ക് ഇടാതിരിക്കുക പുള്ളിക്കാരിക്ക് അതൊരു പ്രശ്നമല്ല. പുള്ളിക്കാരിയെ പറയരുത്.
ഷാനവാസിൻ്റെ പേരെങ്ങാനും പറഞ്ഞു പോയാൽ പുള്ളിക്കാരി പറയും. അതുകൊണ്ട് പുള്ളിക്കാരിയെ പറയാതിരിക്കാൻ വേണ്ടി അതൊന്നും മിണ്ടാതെ അതിൽ നിന്ന് എസ്കേപ്പായി. മനസ്സിലായോ? ഷാനവാസ് അവിടെ അനുമോളുടെ പേര് എടുത്ത് പറഞ്ഞു, വളരെ നല്ലത്. നിങ്ങളുടെ ഫാൻസിന് വളരെ ഹാപ്പി ആയിട്ടുണ്ടാവും അത്. കാരണം വെച്ചാൽ അത് വേണം. നിങ്ങൾ അവിടെ ഗെയിം കളിക്കാൻ വന്നതാണ്, അല്ല കൂടെ നിൽക്കുമ്പോണ്ടല്ലോ അതൊരു നെഗറ്റീവ് എഫക്റ്റ് ആണ് വരിക. അവിടെ നിന്ന് ഒരു ഷാനവാസിൻ്റെ ഒരു പോസിറ്റിവിറ്റി കിട്ടിയിട്ടുണ്ടാവും സത്യമായിട്ടും. ഗെയിമർ എന്നുള്ള നിലയ്ക്ക് നമുക്ക് ചിന്തിക്കാൻ പറ്റുന്ന ഒരു ഫാക്ടറാണ്. പക്ഷേ ഇനി ഞാൻ വൈസ് വേഴ്സ പറയാം. ഇനി ഷാനവാസിനെ വിളിച്ചിട്ടാണ് ആദിലിനെ വിളിച്ചെന്ന് വിചാരിക്കാം. ഷാനവാസ് ആദ്യമേ ആര്യൻ്റെ അനുമോളുടെ പേര് പറഞ്ഞു വിചാരിക്കും. കാരണം സേഫ് ആണല്ലോ, അതിലല്ലേ നെക്സ്റ്റ് അതെന്നെ പറയത്തുള്ളൂ. ഇനി അപ്പം ആദിൽ എന്ത് ചെയ്താനെ? ആദില ചിലപ്പോൾ ഷാനവാസിൻ്റെ പേര് പറഞ്ഞാനെ. ആദില എന്നുള്ള ഗെയിമർ എനിക്ക് അറിയാവുന്നതുകൊണ്ട് ഷാനവാസിൻ്റെ പേര് പറഞ്ഞാനെ. മാത്രമല്ല അവിടെ ആദില ഷാനവാസിൻ്റെ പേര് വേറൊരു വോട്ടും കൊടുത്തിട്ട് അപ്പം എന്തായി? ആദില അവിടെ സേവ് ആവുകയും ചെയ്യും, ബാക്കി എല്ലാവരും നോമിനേഷൻ വന്നുകയും ചെയ്യും. അത് ചെയ്താനെ. ബിഗ് ബോസ് എന്തിനാണ് അത് അങ്ങനെ കൊടുത്തതെന്ന് അറിയില്ല. ആദില എന്നുള്ള ഗെയിമറിനെ എനിക്ക് മനസ്സിലായി ശരിക്കും ഷീ വിൽ ഡു ഇറ്റ്. പുള്ളിക്കാർക്ക് നോമിനേറ്റ് ചെയ്യാൻ അങ്ങനെയൊന്നും ഒരു പേടിയില്ല കേട്ടോ. അങ്ങനെ ചെയ്താനെ, ഉറപ്പായിട്ട് ചെയ്താനെ. പിന്നെ ബിഗ് ബോസ് തന്നെ വിചാരിച്ചാണോ ഷാനവാസിനെ രക്ഷിക്കണമെന്ന് വിചാരിച്ചാണോ അതെനിക്ക് അറിഞ്ഞുകൂടാ. അതുകൊണ്ടാണോ ഇനി അങ്ങനെ ചെയ്തതെന്ന് എനിക്ക് അറിഞ്ഞൂടാ. പക്ഷെ എന്തായാലും അവിടെയാണ് ഗെയിമേഴ്സിനെ ശരിക്കും പറഞ്ഞാൽ എടുത്ത് കാണിക്കുന്നത്. മനസ്സിലായോ? അക്ബറിൻ്റെ ഗെയിമിന് എനിക്ക് പറയാൻ ഇഷ്ടമുണ്ട്. കാരണം വെച്ചാൽ ഞാൻ പറയാം, അക്ബറിനെ ശരിക്കും അനുമോൾ നോമിനേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അക്ബറിന് വേണമെങ്കിൽ അനുമോളുടെ പേരെടുക്കാം, നൂറയുടെ പേരെടുക്കാം, രണ്ടുപേരെ നോമിനേറ്റ് ചെയ്യാം. പക്ഷെ അക്ബർ അവിടെ ചിന്തിച്ചൊരു സംഭവമുണ്ട്. ആദില ഒരു വോട്ട് പോലും ആദിലേക്കില്ല. അത് ഇട്ട് അക്ബർ കൊടുത്തില്ലെങ്കിൽ പിന്നെ ആദില വരാൻ ചാൻസ് കുറവാണ്. അപ്പോൾ ആതിരയുടെ പേര് അവിടെ പറഞ്ഞു. പിന്നെ നൂറേനെ നോമിനേറ്റ് ചെയ്തു. ഒരാളെ നോമിനേറ്റ് ചെയ്യാമല്ലോ. അപ്പം ഒരാൾ ആ ഗ്രൂപ്പിൽ നിന്ന് അങ്ങനെ പോയി. അപ്പോൾ ഇതാണ് നോമിനേഷനെ പറ്റിയുള്ള സംഭവങ്ങൾ. സത്യമായിട്ട് എനിക്ക് അങ്ങനെ തോന്നിയത് കേട്ടോ. പിന്നെ അനീഷ് എന്നുള്ള ആളിനെ പറയുവാണെങ്കിൽ അനീഷിനെ എപ്പോഴും ആദ്യമേ വിളിച്ച് വിടുന്നതാണ് നല്ലത്. കാരണം വെച്ചാൽ പുള്ളിക്കാരൻ ഇതൊക്കെ ഉണ്ടെങ്കിൽ പുള്ളിക്കാരൻ്റെ ഗെയിം ഇത് തന്നെയായിരിക്കും. പുള്ളിക്കാരനെ എവിടെ വിളിച്ചാലും പുള്ളിക്കാരൻ സാബുമാനെ നൂറയുടെ പേരെ പറയത്തുള്ളൂ. സേഫ് ഗെയിമേഴ്സാണ്. ശരിയാണ്, സേഫ് ഗെയിമേഴ്സാണ്. നൂറൊക്കെ എന്തിനാണ് ഇത്ര പേടി നോമിനേറ്റ് ചെയ്യാനായിട്ട്? അവിടെ പോയി ഒളിക്കുന്നു. ഇവിടെ ഇത്ര നാളായി നൂറയ്ക്ക് ഭയങ്കര പേടി. വൈ പറയുന്നത് എനിക്ക് ബാക്കിയുള്ള മുമ്പിൽ ഇത്ര നാൾ സംസാരിച്ചിരുന്നല്ലോ. അപ്പോൾ അപ്പോൾ അതാണ് നൂറയുടെ ഒരു ഗെയിമർ എന്നുള്ള നിലയ്ക്ക് നൂറയുടെ ഒരു പ്രശ്നം. അതാണ് ടിക്കറ്റ് ഫിനാലയിൽ അവർ പെർഫോം ചെയ്യുന്നുണ്ടോ, ടാസ്കിൽ അതല്ല. നമ്മൾ ബിഗ് ബോസ് കാണുന്നത് എന്തിനാണ്? ടാസ്ക് കാണാനാണോ? വേറെ ടാസ്ക് കളിക്കാനാണോ? അങ്ങനെയാണെങ്കിൽ വേറെ എന്തൊക്കെയൊക്കെ ഗെയിംസ് ഷോസ് ഉണ്ട്. അതല്ല, ഇത് മൈൻഡ് ഗെയിം കൂടിയാണ്. അത് നൂറ കളിക്കുന്നുണ്ടോ സാബ്മാൻ കളിക്കുന്നുണ്ടോ എന്നുള്ളതാണ് എൻ്റെ അനാലിസിസ്. അതില്ല, അവർ രണ്ടുപേരും 0 ആണ് ആ കാര്യത്തിൽ. ബാക്കി ടാസ്കിലൊക്കെ അവർ നന്നായിട്ട് കളിച്ചു. ഇന്ന് ടിക്കറ്റ് ഫിനാലെ ടാസ്ക് എടുത്ത് പറയണം, അവർ നന്നായിട്ട് കളിച്ചു. നൂറ നല്ലോണം എഫേർട്ട് ഇട്ടു. പുള്ളിക്കാരിക്ക് ശരിക്കും പറഞ്ഞാൽ സേവ് ആവണം, ടിക്കറ്റ് ഫിനാലെ കിട്ടണമെന്നൊരു ആഗ്രഹം കൊണ്ട് എഫേർട്ട് ഇട്ടിട്ടുണ്ട്. സാബ്മാനും ഇട്ടിട്ടുണ്ട്, ആര്യനും ഇട്ടിട്ടുണ്ട്. ഇനി ടിക്കറ്റ് ഫിനാലിൽ കുറേ കോൺട്രവേഴ്സി ഉണ്ടാക്കാൻ പറ്റുക ബിഗ് ബോസ് ഇട്ട് കൊടുത്തൊരു സംഭവം ഉണ്ടല്ലോ. വേറെ ഒന്നുമല്ല, ആ മൈക്ക് ഇട്ടപ്പം എടുത്തോ എടുത്തില്ലേ എന്നുള്ളത് അത് ലൈവിലും കണ്ടിട്ടില്ല, എങ്ങും കണ്ടിട്ടില്ല. ബിഗ് ബോസ് ആണ് അവിടെ തീരുമാനിക്കുന്നത്. നമ്മൾ ബിഗ് ബോസ് ഷോയിനെ റെസ്പെക്ട് ചെയ്യുന്നുണ്ട്. ഞാൻ ബിഗ് ബോസിൻ്റെ കൂടെ നിൽക്കത്തുള്ളൂ. കാണാത്ത സംഭവത്തിന് ഇനിയിപ്പോൾ ഫാൻസിന് എന്തുകൊണ്ടും പറയാം. ഇപ്പം നൂറ പറയുന്നു ആര്യനെ ഫേവറാണ്. നൂറ പറയുന്നു നൂറ ഒരു കണ്ടസ്റ്റൻ്റ് ആണ്, നിങ്ങൾ ഓർക്കണം. നൂറ അവിടെ നിൽക്കുന്ന ഒരു കണ്ടസ്റ്റൻ്റ് ആണ്. കുറേ നേരമായി നിൽക്കുന്നു. അവർ ഫ്രസ്ട്രേറ്റഡ് ആണ്. മറ്റൊരാളെ ഔട്ടാക്കാൻ അവർ എന്ത് സ്ട്രാറ്റജി യൂസ് ചെയ്യാം. പക്ഷെ അനുമോൾ ഒരു വ്യക്തി പറഞ്ഞൊരു കാര്യമാണ്. ആദ്യ പ്രാവശ്യം അനുമോൾ പറഞ്ഞു നീ കൈയെടുത്തു. പിന്നെ അനുമോൾ നൂറയുടെ കാര്യത്തിൽ ഇങ്ങനെ പറഞ്ഞില്ല. നൂറ ഇന്ന് പറഞ്ഞുകൊണ്ടിരുന്നു, അനുമോൾ അവിടെ മിണ്ടിയിട്ടില്ല. അതിനുശേഷം അത് ശ്രദ്ധിച്ചോ? അത് നിങ്ങൾ ശ്രദ്ധിച്ചോളാം. അപ്പോൾ നൂറ സാബുമാൻ്റെ സ്ട്രാറ്റജി മറ്റൊരാളെ ഔട്ടാക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ നമ്മൾ അത് വിശ്വസിച്ച് പോകണ്ട. നമ്മൾ കാണാത്ത കാര്യത്തിന് നമ്മൾ പറയാതിരിക്കുന്നതാണ് നല്ലത്. അതാണ് എൻ്റെ നിയമം കേട്ടോ. ഇപ്പോൾ ഇത് നൂറയാണ് ആര്യൻ്റെ സ്ഥലത്ത് ഞാനിത് തന്നെ പറയത്തുള്ളൂ. അല്ലാതെ എന്നോട് പറയരുത് ഞാൻ ആര്യൻ്റെ സപ്പോർട്ടറാണ്, അതല്ല. പിന്നെ ലാസ്റ്റ് സാബുമാൻ കൈയെടുത്ത് ഞാൻ കണ്ടാണ്. കൈയെടുത്ത് സംസാരിച്ച് കഴിഞ്ഞപ്പോൾ ഉടനെ തന്നെ ആര്യനും കൈയെടുത്തു. നീ കാണിച്ചു എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ടാണ് ബിഗ് ബോസ് ഔട്ടാക്കി. ഞാൻ ലൈവ് മുഴുവൻ കണ്ടിട്ട് അതുകൊണ്ടാണ് വീഡിയോ ഇടാമെന്ന് വിചാരിച്ചത് കേട്ടോ, സത്യമായിട്ടും. അല്ലെങ്കിൽ ഇങ്ങനെ ക്വസ്റ്റ്യൻസ് വരും, നമുക്ക് തന്നെ ഡൗട്ടായിരുന്നു അത് എന്താ സംഭവം. അതാണ് ഞാൻ ഇച്ചിരി വൈകിയത് വീഡിയോ ഇടാൻ. അപ്പോൾ എന്തായാലും അവിടെ ആര്യൻ തന്നെയാണ് ജയിച്ചിട്ടുള്ളത്. ആര്യന് പോയിന്റ് കിട്ടി, 9 points ആണ്. സാബുമാന് 8 point. നൂറ നന്നായിട്ട് കളിച്ചു, 7 point, വളരെ നല്ലത്. ഇനി നൂറയ്ക്ക് കുറേ ഇതുണ്ടായിരുന്നു കേട്ടോ. ഇത് കഴിഞ്ഞിട്ട് പുള്ളിക്കാരി കുറേ നേരം എടുത്തു റിക്കവർ ചെയ്യാനായിട്ട്. നൂറ 7 point, അനുമോൾ 6 point. അനുമോളും നന്നായിട്ട് കളിച്ചു. ആദില 5. പുള്ളിക്കാരി ഈ ഫുഡ് കഴിക്കാതെ ഈ ടാസ്ക് കളിക്കാമെന്ന് വിചാരിക്കരുത്. ഫുഡും വാട്ടറും എന്ത് ഫിസിക്കൽ ടാസ്ക് ചെയ്യുമ്പോഴും ആദ്യം നിങ്ങൾ പ്രിപ്പയർഡ് ആയിരിക്കണം. അതുകൊണ്ട് രാവിലെ എണീറ്റ് ഫുഡും വാട്ടറും ഒക്കെ കഴിച്ചിട്ട് വേണം, വൈകുന്നേരം ആയിരിക്കും ടാസ്കുകൾ വരിക. ഇവരത് ചെയ്യുന്നില്ല കേട്ടോ. അതുകൊണ്ടാണ് പലർക്കും പ്രശ്നം. ആദിലയ്ക്കൊക്കെ പ്രശ്നമായത് അതുകൊണ്ടല്ലേ. അപ്പോൾ ആദില 5 point. അക്ബർ ഞാൻ എക്സ്പെക്ട് ചെയ്തില്ല. ഈ ടാസ്ക് ശരിക്കും പറഞ്ഞാൽ ബോഡി വെയ്റ്റും ഹൈറ്റും ഉള്ളവർക്ക് ഭയങ്കര ഡിഫിക്കൽട്ടായിരിക്കും. അക്ബർ ആദ്യമേ പോകുന്നതാണ് ഞാൻ വിചാരിച്ചത്. അക്ബർ ഷാനവാസിന് പിന്നെ ഹെൽത്ത് ഇഷ്യൂ ഉണ്ടെന്ന് പറഞ്ഞിട്ടാണ് പുള്ളിക്കാരൻ പോയത് ആയിരിക്കും. പക്ഷെ അക്ബർ ഞാൻ വിചാരിച്ച് നേരത്തെ പോകുന്നു. പക്ഷെ അക്ബർ നിന്നു. 4 points കിട്ടി. അനീഷ് പിന്നെ 3 points ആണ്. അക്ബറിനേക്കാൾ മുമ്പ് പോയി. നെവീൻ കുറേ കഷ്ടപ്പെട്ടു. നെവീനെ ഞാൻ സത്യം പറയാനാണ്, നെവീൻ അവിടെ വന്നിട്ട് ശരിക്കും ബിഗ് ബോസ്
ലേക്ക് പോകുമ്പോൾ നമ്മൾ ശരിക്കും ആദ്യമേ അവർ ഡയറ്റ് കൺട്രോൾ ചെയ്ത് കൊണ്ടുവരുന്നതാണ്. നിങ്ങൾക്ക് ടാസ്കുകൾ കളിക്കാൻ വേണമെങ്കിൽ നിങ്ങളുടെ ഹെൽത്തി ഫാറ്റ്സ് മാത്രം നിങ്ങൾക്ക് വെച്ചിട്ട് മറ്റ് ഫാറ്റ് ബേണിംഗ് ആണ് നടക്കേണ്ടത്. അതൊരു കീറ്റോസ് ഡയറ്റ് പോലെ നിങ്ങൾ ചിന്തിച്ചാൽ മതി. ശരിക്കും പറഞ്ഞാൽ ബിഗ് ബോസ് നിന്ന് വരുന്ന ആൾക്കാരെ കണ്ടിട്ടില്ല, എന്ത് ട്രാൻസ്ഫോംഡ് ആണ്. ഹിന്ദിയിലല്ല, എല്ലായിടത്തും അങ്ങനെ തന്നെയാണ്. നിങ്ങൾ വിചാരിക്കുന്ന പോലെ അല്ല, എല്ലാ ബിഗ് ബോസുകളിലും കുറേ ട്രാൻസ്ഫോർമേഷൻ അവരുടെ ശരീരത്തിലുണ്ട്. അപ്പോൾ ഹിന്ദിയിലൊക്കെ കുറച്ചും കൂടി ഫുഡും പ്രോട്ടീനൊക്കെ കൊടുക്കുന്നുണ്ട്. കാരണം അവരൊക്കെ ബോഡി ബിൽഡേഴ്സ് ആയിരിക്കും മെജോറിറ്റി വരുന്നത്. നമ്മുടെ മലയാളത്തിൽ അതല്ല. അവരൊക്കെ റിക്വയർമെൻറ്റിൽ തന്നെ പ്രോട്ടീൻ വേണം. കാരണം അവരുടെ ബോഡിയൊക്കെ സ്റ്റിറോയിഡ്സ് ഒക്കെ ആയിരിക്കും കേട്ടോ, അത് വേറെ കാര്യം. നമ്മുടെ മലയാളികൾ അങ്ങനെ അല്ലാത്തതുകൊണ്ടാണ് വ്യത്യാസം. അപ്പം എനിക്ക് തോന്നുന്നു അവിടെ സാവ്മാന് പ്രോട്ടീൻ കൊടുക്കുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. സാവ്മാൻ പ്രോട്ടീൻ പറഞ്ഞിട്ടുണ്ടാവും, നമ്മൾ സൈൻ ചെയ്യുമ്പോൾ തന്നെ പറയണം പല കാര്യങ്ങളും. അപ്പോൾ അങ്ങനത്തെ സംഭവം. പക്ഷേ ഇവർ ഹെൽത്ത് ഇഷ്യൂസ് ഭയങ്കരമായിട്ട് നെവീനിലൊക്കെ കാണുന്നുണ്ട്. അത് നെവീനൊക്കെ ശരിക്കും മനഃപൂർവ്വം സ്വയം വണ്ണം വെച്ച് വൃത്തിയിടായതാണ്. അതിൻ്റെ ആവശ്യമുണ്ടായിരുന്നില്ല. ഓവർ ഈറ്റിംഗ് ചെയ്യുന്നുണ്ട് സത്യമായിട്ട്. അത് സ്ട്രെസ് ഈറ്റിംഗ് ആണെന്നാണ് ലക്ഷ്മി പറയുന്നത് കേട്ടിട്ട് എനിക്ക് തോന്നിയത്. പക്ഷേ അതിൻ്റെ ആവശ്യമുണ്ട്. അതുകൊണ്ട് ഇപ്പം ഇങ്ങനെ ടിക്കറ്റ് ടു ഫിനാലെ ടാസ്കിലൊക്കെ ബുദ്ധിമുട്ടുണ്ട് ഇങ്ങനത്തെ ടാസ്കുകളൊക്കെ വരുമ്പോൾ, എൻഡ്യൂറൻസ് ടാസ്കൊക്കെ വരുമ്പോൾ. അപ്പോൾ എന്തായാലും ഇങ്ങനെയാണ് നിലക്ക്. അപ്പോൾ അതിലൊന്നും വേറെ പ്രശ്നമില്ല. ഇനി നമുക്ക് ക്യാപ്റ്റൻസിയിലേക്ക് വരാം. 3 ക്യാപ്റ്റൻസ്. കേട്ടപ്പോൾ നല്ല രസമുണ്ടല്ലേ? പക്ഷെ ശരിക്കും പറഞ്ഞാൽ അത് അവർക്കുള്ള പണിയാണ്. 3 ക്യാപ്റ്റൻസ് ആകുമ്പം ഓൾമോസ്റ്റ് ഈ ഫാൻസൊക്കെ ഇനി പറഞ്ഞുണ്ടാക്കുമല്ലോ ഫേവറിറ്റിസം. അതൊക്കെയാണല്ലോ ഇപ്പോൾ പറഞ്ഞുണ്ടാക്കുന്നത്. അക്ബറിന് ഒരു കപ്പ്, ആര്യൻ ഒരു കപ്പ്, നെവീൻ ഒരു കപ്പ്, ഇങ്ങനെയാണ് പറഞ്ഞത്. അത് എല്ലാ കൊല്ലമുള്ളതാണ് കേട്ടോ. നിങ്ങൾ അത് കേട്ടിട്ട് അത് പോവല്ലേ. കഴിഞ്ഞ പ്രാവശ്യം ആര്യയ്ക്ക് ഒരു കപ്പ് ഉണ്ടായിരുന്നു. പിന്നെ ജാസ്മിൻ മൂസയില്ലേ, പുള്ളി 4th സീസണിൽ പുള്ളിക്കൊരു കപ്പ്. പിന്നെ പുള്ളിക്കാരി ഔട്ടായിക്കപ്പോൾ റിയാസിലേക്ക് പോയി. അത് മനസ്സിലായോ? അപ്പോൾ അതിലൊന്നും പോകരുത് കേട്ടോ. നിങ്ങൾ നിങ്ങളുടെ ഗെയിം അനാലിസിസ് ചെയ്ത് പോവുക. ഇവരെങ്ങനെ ഉണ്ടാക്കുന്നതാണ്, അത് PR സ്ട്രാറ്റജിയാണ്. അത് ഇന്ന് അനുമോൾ അവിടെ ഇരുന്ന് നോമിനേഷനിൽ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു. അതൊന്നും കാണിച്ചിട്ടില്ല എപ്പിസോഡിൽ കാണിക്കാൻ പറ്റില്ല. നാണക്കേടാണ് അനുമോളെ. നമ്മളൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിലോ എവിടെയെങ്കിലും ആവട്ടെ, നമ്മളൊരു ഷോയിലൊക്കെ വർക്ക് ചെയ്യുമ്പോൾ ആ ഷോയിനോട് ഒരു സിൻസിയറിറ്റി ഉണ്ടാവണം. ഞാൻ വർക്ക് ചെയ്യുന്ന ഒരു ഓർഗനൈസേഷനോട് എനിക്കൊരു സിൻസിയറിറ്റി ഉണ്ടാവണം. അത് കാണുന്നില്ല. അനുമോളിൽ പല കാര്യങ്ങളൊക്കെ അവിടെ അനുമോൾ നോമിനേഷൻ എടുത്ത് പറഞ്ഞതൊക്കെ ശരിക്കും പറഞ്ഞാൽ അനുമോൾക്ക് തന്നെ അത് ബാക്ക് ഫയർ ചെയ്യും. കുറച്ച് കഴിയുമ്പം ഈ ചാനലിലൊക്കെ വർക്ക് ചെയ്യാനുള്ളതാണ്. ഇവരുടെ ക്രൂവിലൊക്കെ പല ആൾക്കാരും അനുമോളിലെ വേറെ ഉള്ള കാര്യങ്ങളിലൊക്കെ ഷോയിലൊക്കെ വർക്ക് ചെയ്യാനുണ്ടാവും. അപ്പോൾ എന്ത് ചെയ്യും? അപ്പോൾ ഇങ്ങനത്തെ സ്റ്റേറ്റ്മെൻറ്റ്സ്, ലാലേട്ടിന് അഗേൻസ്റ്റുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് ഒക്കെ പറയാതിരിക്കുക. എനിക്ക് അത്രേ പറയാനുള്ളൂ. അത് ഫാൻസൊക്കെ പൊക്കി പിടിച്ച് പറയും, അതൊന്നും കാര്യമില്ല. അനുമോളുടെ ജീവിതം ഉണ്ടല്ലോ ഈ ബിഗ് ബോസ് കഴിഞ്ഞിട്ടാണ് തുടങ്ങുന്നത്. അത് ആലോചിച്ചിട്ട് വേണം അതിൽ എന്ത് സ്റ്റേറ്റ്മെൻറ്റ്സ് ഇറക്കാനായിട്ട്. എന്തോ ഭാഗ്യത്തിന് ലാലേട്ടനൊന്നും ചോദിക്കുന്നില്ല. ഇതിൻ്റെയൊക്കെ ആൻസർ അനുമോൾ ഇത് കഴിഞ്ഞിട്ട് അനുമോൾക്ക് പറയേണ്ടി വരും. എല്ലായിടത്തും എല്ലാവരും അത് ചോദിക്കുകയും ചെയ്യും. ഇവരൊന്നും മറക്കാനും പോകുന്നത്. അപ്പോൾ സൂക്ഷിച്ച് ഉപയോഗിക്കുക. എനിക്ക് അത്രേ പറയാനുള്ളൂ. പിന്നെ എനിക്ക് പറയാനുള്ള സംഭവം, ക്യാപ്റ്റൻസി അപ്പോൾ അവർക്ക് കിട്ടിയല്ലോ 3 പേരുടെ ക്യാപ്റ്റൻ. അനുമോൾക്ക് ഭയങ്കര ദേഷ്യമായിരുന്നു കേട്ടോ ക്യാപ്റ്റൻസിയുടെ കാര്യത്തിൽ. 3 പേർക്ക് ക്യാപ്റ്റൻ. പക്ഷെ അവർക്ക് ഇമ്മ്യൂണിറ്റി ഇല്ല. അപ്പോൾ ഇങ്ങനെ സന്തോഷമായി അവർക്ക് കാരണം അവർ ഓൾറെഡി വിചാരിച്ചിരിക്കുമായിരുന്നു ഇവരൊക്കെ നോമിനേറ്റ് ചെയ്യണമെന്ന് വിചാരിച്ച് ഇങ്ങനെ വച്ചേക്കുവാണ്. ഇമ്മ്യൂണിറ്റി കിട്ടിയില്ല. ഇമ്മ്യൂണിറ്റി കിട്ടാത്തതുകൊണ്ട് അവർക്ക് ഓക്കെയാണ്. പക്ഷെ ഞാൻ പറയുകയാണെങ്കിൽ ഒരു എൻ്റർടൈൻമെൻ്റ് ആയിരുന്നു. സത്യമായിട്ട് എൻ്റർടൈൻമെൻ്റ് ആയിരുന്നു. എനിക്ക് ഇഷ്ടമായി. കണ്ടിരിക്കാൻ ഒരു പോസിറ്റിവിറ്റി വേണ്ടേ. എനിക്ക് ഈ കുശുമ്പും കുനിഷ്ടം കേട്ട് മടുത്തു. ഈ 3 പേര്, ഈ അനുമോൾ, നൂറ, ആദില, ഇവരുടെ കൂടെ ഇരുന്ന് കഴിഞ്ഞാൽ ഏതേരെ ഇങ്ങനെ കുശുമ്പ്. അവർ പറയുന്ന ബാക്കിയൊക്കെ ഫേക്ക് ഫ്രണ്ട്ഷിപ്പാണ്, അവരുടെ മാത്രം നല്ല ഫ്രണ്ട്ഷിപ്പാണ്. ഒരു പക്ഷേ അങ്ങനെയാണോ? നല്ല ഫ്രണ്ട്ഷിപ്പായിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടൊന്നുമില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും പറയുമ്പോൾ ഫ്രണ്ട്ഷിപ്പ് ആണെങ്കിൽ കുറ്റം കേട്ടാലും നോമിനേറ്റ് ചെയ്യാനും അവർക്ക് കുഴപ്പമുണ്ടാവാൻ പാടില്ല. ഫേക്ക് മറ്റവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നോമിനേറ്റ് ചെയ്താലും ഇപ്പം നെവിൻ അക്ബറിനെ നോമിനേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എടാ നീ എന്തിനാണ് എന്നെ നോമിനേറ്റ് ചെയ്ത്, അത്രേ ഉള്ളൂ. ക്വസ്റ്റ്യൻ കഴിഞ്ഞു, ഫുൾ സ്റ്റോപ്പ്, ഡൺ. ആ ഡിസ്കഷൻ അതിൽ കൂടുതൽ എസ്കലേറ്റ് ചെയ്യത്തില്ല. അവരങ്ങനെ ഒരു സുഹൃത്തും കളിക്കുകയും ചെയ്യും. അവർ ഗെയിം കളിക്കും, എല്ലാം ചെയ്യും. പക്ഷേ ഇവരങ്ങനെയല്ല. ഇവരെല്ലാം പേഴ്സണലായിട്ട് എടുക്കുന്നു. ഇന്ന് തന്നെ എനിക്ക് ഇഷ്ടമാത്തൊരു സംഭവമുണ്ട്. എന്തിനാണ് മൈക്കിന് നിങ്ങൾക്കാണ് അത് ബാക്ക് ഫയർ ചെയ്യുക. ഒരു ക്യാമറയുടെ മുമ്പിൽ പോയിട്ട് ബിഗ് ബോസ് മെയിൽ ആണുങ്ങളെ ഇറക്കി വിടൂ, പെണ്ണുങ്ങളെ നിർത്തൂ. ഞാൻ ചോദിക്കട്ടെ, ഇക്വാലിറ്റിക്ക് വേണ്ടി ഫൈറ്റ് ചെയ്യുന്നതാണ് മെജോറിറ്റി ഓഫ് ദി സ്ത്രീകൾ. നിങ്ങൾ അവർക്ക് എഗെയിൻസ്റ്റ് ആണ് സംസാരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇങ്ങനത്തെ സ്റ്റേറ്റ്മെൻറ്റ്സ് ഒക്കെ നിങ്ങൾ ഇടുമ്പോണ്ടല്ലോ, ഞങ്ങളെപ്പോലത്തെ സ്ത്രീകൾക്ക് തന്നെ നാണക്കേടാണ്. ദയവേത് അത് ചെയ്യരുത്. എനിക്കതേ പറയാനുള്ളൂ. നമ്മൾ ഇവിടെ ഇക്വാലിറ്റിക്ക് വേണ്ടി ആണോ പെണ്ണെന്നുള്ള വ്യത്യാസം വേണ്ട. നമ്മൾ കളിക്കുന്ന രീതിക്ക് പോട്ടെ എന്നുള്ള ചിന്തിക്കുന്ന ആൾക്കാരാണ് നമ്മൾ. അവിടെ ആണ് പെണ്ണ് വ്യത്യാസമില്ല. അപ്പം നിങ്ങൾ ഞാൻ ചോദിക്കട്ടെ, അനുമോൾ പറഞ്ഞത് പോട്ടെ, ഐ ഡോണ്ട് എക്സ്പെക്ട് എനിത്തിങ് മോർ ദാൻ ദാറ്റ് ഫ്രം ഹർ, അത് വിട്. പക്ഷെ എന്തുകൊണ്ടാണ് ഇവിടെ ഈ ആദില നൂറെ വന്ന് പറയുന്നത്? നിങ്ങൾ ഭയങ്കര പ്രോഗ്രസീവ് സൊസൈറ്റി അല്ലേ? അങ്ങനെയൊക്കെ ചിന്തിക്കാൻ പോയി എങ്ങനെ ശരിയാവും? ജെൻഡർ കാർഡ് വെച്ചിട്ടാണോ കളിക്കേണ്ടത്? അതല്ല. അതൊക്കെ ഔട്ട് പോകുന്നുള്ളതും ഓഡിയൻസ് എങ്ങനെയാണ് അത് പെർസീവ് ചെയ്യുക എന്നുള്ളതും കൂടി ചിന്തിക്കണം നമ്മുടെ ബിഗ് ബോസ്. നിങ്ങൾ റിയൽ ആയിട്ട് ഇരുന്നോ, പക്ഷെ ഇങ്ങനത്തെ പൊട്ടത്തരങ്ങളൊന്നും വിളിച്ചു, അത് റിയൽ ലൈഫിൽ പോലും ഇങ്ങനെ പൊട്ടത്തരം വിളിച്ച് പറയുന്നത്. നിങ്ങളുടെ ഓഫീസിൽ പോയി നിങ്ങളിത് പറയുമോ? നിങ്ങൾ ഓഫീസിൽ പോയിട്ട് നിങ്ങൾ പറയുമോ പെണ്ണുങ്ങളെ മാത്രം വയ്ക്കുമോ, ആണുങ്ങളെ അങ്ങനെ പറയാൻ പാടുണ്ടോ? അത് എന്ത് ഇക്വാലിറ്റിയാണത്? അത് തെറ്റാണ്. അതെനിക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. അത് ഒരു റോങ് സ്റ്റേറ്റ്മെൻ്റ് ആണ്.
അത് എന്താണ് ബിഗ് ബോസ് ഒന്നും ചോദിക്കാത്തത്? ബിഗ് ബോസ് ചോദിക്കണം, ഇതൊക്കെ ചോദിക്കണം കേട്ടോ ലാലേട്ട, ശരിക്കും ചോദിക്കണം. ഇവരുടെ ഈ വിമൻ കാർഡൊക്കെ എടുത്ത് പൊട്ടിച്ചു കൊടുക്കാത്ത കഴിഞ്ഞ ശരിക്കും പറഞ്ഞാൽ വീക്കെൻഡിൽ ലാലേട്ടൻ ശരിക്കും അക്ബറിന് വേണ്ടിയിട്ട് പറയാഞ്ഞുകൊണ്ടുള്ള പ്രശ്നം ഈ നോമിനേഷൻസിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. കാരണം അങ്ങനെ പറഞ്ഞിരുന്നെങ്കിൽ അനുമോളിൽ എഗെയിൻസ്റ്റ് ആയിട്ട് ഒരു വാക്കിങ്ങനെ ലാലേട്ടൻ സംസാരിച്ചിട്ടുണ്ട്, ഇങ്ങനെ വിട്ടിട്ടേ ഉള്ളൂ. ഞാനത് ഇത് മോശം കേസ് ആയതുകൊണ്ടാണ് എടുത്ത് സംസാരിക്കാത്തത്. എന്നാൽ വെറുതെ ചീത്തയാക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് അവർ സംസാരിക്കാത്തത്. പക്ഷെ ആക്ച്വലി പറഞ്ഞിരുന്നെങ്കിൽ ഇവർ ഇപ്പോൾ വിചാരിച്ചിരിക്കുന്നത് അക്ബറിന് അതൊന്നും കുഴപ്പമില്ല, അതൊരു പ്രശ്നമേ അല്ല, അതൊരു സംഭവമേ അല്ല എന്നുള്ള രീതിയിലാണ് അവർ എടുത്ത് വെച്ചിരിക്കുന്നത്, അതായത് ആദില നൂറയൊക്കെ. പക്ഷെ ഇത് ആക്ച്വലി ഒരു പ്രോബ്ലമാണ്. അത് എല്ലാവർക്കും അതിനോട് എതിർപ്പുണ്ട്. സംശയം എന്താ, നിങ്ങളുടെ ഫാൻസ് കുറേ അന്തം ഫാൻസ് ഉണ്ട്, അവരുടെ ഒഴികെ ബാക്കി എല്ലാവർക്കും അത് എതിർപ്പുണ്ട്. ഇങ്ങനത്തെ പരാമർശങ്ങളൊന്നും പറയാൻ പാടില്ല, വിമൻ കാർഡൊന്നും എടുത്ത് കളിക്കാൻ പാടില്ല എന്നുള്ളത് ലാലേട്ടൻ എന്തുകൊണ്ട് എടുത്ത് പറഞ്ഞില്ല. അതുകൊണ്ടുള്ള കുറവാണ് എനിക്കിപ്പോഴും കാണുന്നത്. അതുകൊണ്ടാണ് ഇവർ ഇങ്ങനത്തെ കുറേ പൊട്ടത്തരങ്ങളൊക്കെ പിന്നെയും കാണിച്ചുകൊണ്ടിരിക്കുന്നത്. എനിക്കറിഞ്ഞൂടാ, ലോകം മുഴുവൻ മെയിൽ ഷോവിനിസ്റ്റ് അല്ല അതില, അതിന് കുറച്ച് പേരേ ഉള്ളൂ അതിന് ബിഗ് ബോസ് മെയിൽ ഷോവിനിസ്റ്റ് ആണെന്നൊക്കെ അങ്ങനെ പറഞ്ഞു. അങ്ങനെയല്ല. അപ്പം നിങ്ങൾ ഈ ചെയ്യുന്നത് തെറ്റാണ്, അത് ചെയ്യരുത്. നിങ്ങളെ തന്നെ അത് ബാധിക്കുള്ളൂ. അതെനിക്ക് അത്രേ പറയാനുള്ളൂ. അപ്പോൾ ആദില നൂറയുടെ ഗെയിമിനെ അവർ ബാധിക്കും, അത് സംശയമില്ല. ഈ അനുമോളിൽ ഞാൻ ഓൾറെഡി ഇത് എക്സ്പെക്റ്റഡ് ആണ് അല്ലേ, അതുകൊണ്ട് എനിക്ക് അതുകൊണ്ടൊന്നും പറയാനില്ല. പക്ഷെ ഇവർ രണ്ടിനെ കുറിച്ചുള്ള ആ അഭിപ്രായമാണ് ജനങ്ങളിൽ ഒന്ന് കുറയുക. ഇനി നെവിൻ, സാബുമാൻ, അനുമോൾ തമ്മിലുള്ള ഇഷ്യൂ. ഓക്കെ, ഞാൻ പറയാം. അവിടെ ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നല്ലോ, സാബുമാനെ ദേഷ്യം നെവിൻ നോമിനേറ്റ് ചെയ്തുകൊണ്ട്. നെവിൻ നോമിനേറ്റ് ചെയ്തു, ഞാൻ പറഞ്ഞു ആദിലെ നോമിനേറ്റ് ചെയ്താൽ മതി, സാബുമാനെ വിട്ടുകൊടുത്താൽ മതിയായിരുന്നു. പക്ഷേ നെവിൻ നോമിനേറ്റ് ചെയ്തു, ഓക്കെ ഫൈൻ. അപ്പോൾ സാബുമാൻ ഓൾറെഡി വന്നു നോമിനേഷനിലേക്ക്. അപ്പോൾ അതുകൊണ്ടാണ് സാബുമാന് ദേഷ്യം, അവിടെ ഫൈറ്റ് ഒക്കെ ഉണ്ടായത്. അത് നീ കക്കാനല്ലേ. ശരിയാണ്, നെവിൻ കക്കും, നെവിൻ മോഷ്ടിക്കും, അതൊക്കെ നമ്മൾ ഡേ 1 തൊട്ട് കാണുന്നതാണ്. നെവിൻ അതൊക്കെ ചെയ്യുന്നുണ്ട്, അത് ഞാൻ ഡേ 1 തൊട്ട് കാണുന്നുണ്ട്. പക്ഷെ അവിടെ മോഷ്ടിക്കുന്ന വേറെ പലരും ഉണ്ട്. അതിലൊന്നാണ് നമ്മുടെ അതിലേക്ക് ഓറഞ്ച് മോഷ്ടിക്കുന്നത്. അതിലെ ക്യാപ്റ്റൻ ആയിരുന്നപ്പോഴും മോഷ്ടിച്ചിട്ടുണ്ട്. ഇന്ന് ഓറഞ്ച്, ആപ്പിൾ അതൊക്കെ എടുത്ത് മോഷ്ടിച്ച് വെക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ മുട്ട മോഷ്ടിക്കുന്നു. അത് മുട്ട എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും എണ്ണം വെച്ച് കൊടുക്കുന്നതാണ് പ്രോട്ടീനിന് വേണ്ടിയിട്ട്. അത് എല്ലാവരുടെയും പ്രോട്ടീൻ, അതായത് ഈ അവരൊക്കെ ടാസ്ക് ചെയ്യാൻ പോകുന്നില്ലേ, അതിനൊക്കെ മോഷ്ടിക്കേണ്ട ഒരു കാര്യമുണ്ടോ? അതൊന്നും കാര്യമില്ല. അപ്പോൾ അതൊക്കെ അതിലേയും നൂറൊക്കെ. പിന്നെ ഇന്ന് അനുമോൾ കൂടെ എന്ന് പറയുന്നുണ്ട് നമുക്ക് മോഷ്ടിക്കാം, നമുക്കത് മാറ്റി. അപ്പോൾ ഇവരൊക്കെ അത് ചെയ്യുന്നുണ്ട്. എന്നിട്ട് കുറ്റം വരുമ്പോൾ മാത്രം നെവിനിലേക്ക് മാത്രം മോഷ്ടാവോ എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. അതാണ് എനിക്ക് പറയാൻ. പിന്നെ നെവിൻ പറഞ്ഞ പോയിന്റ് ഉണ്ട്, നിങ്ങളുടെ ഗെയിം എന്താണ്, സാബുമാൻ്റെ ഗെയിം എന്താണ്. സാബുമാൻ എന്നുള്ള വ്യക്തി ഇപ്പോഴാണ് സംസാരിച്ചു തുടങ്ങുന്നത്. അത് സാബുമാനെ വോട്ട് ചെയ്യുന്ന അഗെയിൻസ്റ്റ് ആൾക്കാർ ആരെയും പറയുമ്പോഴാണ് സാബുമാൻ അവരുടെ അഗെയിൻസ്റ്റ് പറയാം. അല്ലാതെ സാബുമാൻ വേറൊരു ഗെയിം സ്ട്രാറ്റജിയോ ഒന്നും ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ അത് നെവിൻ ക്വസ്റ്റ്യൻ ചെയ്തതിൽ എനിക്ക് തെറ്റും തോന്നിയില്ല. പിന്നെ ഇതിൽ അനുമോൾ എടുത്തിട്ട് കുറേ കാര്യങ്ങൾ അനുമോൾ പറയുന്നുണ്ട്. എന്താണ് നമ്മുടെ നെവിനെ കുറിച്ച്, വയറ്, കൊടവയറൻ, അതുപോലെ പല പ്രാവശ്യം നെവിൻ അതിൽ നിന്നൊക്കെ ചാടിയപ്പം എന്താണ് ആത്തച്ചക്ക വീണെന്നൊക്കെ അങ്ങനത്തെ പരാമർശങ്ങളൊക്കെ നടത്തുമ്പോണ്ടല്ലോ, അത് ശരിക്കും ബോഡി ഷേമിംഗ് ആണ്. അത് റിയൽ ബോഡി ഷേമിങ്, അത് സംശയമല്ല. ബോഡി ഷേമിങ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇവർ കുറച്ച് ചെയ്യുന്നുണ്ട്, അതൊക്കെ കുറയ്ക്കണം. ഒരാൾക്ക് വണ്ണുണ്ടാകുന്ന കൊടവേറെ. ഞാൻ പറയട്ടെ, ഞാൻ പല വീഡിയോസിൻ്റെ ടൈറ്റിൽ, ബിഗ് ബോസ് വീഡിയോസിൻ്റെ റിവ്യൂ ടൈറ്റിൽ ഞാൻ കാണാറുണ്ട്, നെവിനെ കുറിച്ചിട്ടുള്ള ടൈറ്റിലായിരിക്കും കൊടവേറൻ, അങ്ങനത്തെ കുറേ ടേംസ് ഒക്കെ യൂസ് ചെയ്തിട്ട് ബോഡി ഷെയിം ചെയ്തിട്ടാണ് അവർ ടൈറ്റിൽ തന്നെ ഇടുന്നത്. ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ വളരെ മോശമാണ്. ഈ പറയുന്ന ആൾ, ആ മൈക്കിൻ്റെ പുറകെ ഇരുന്ന് പറയുന്ന ആൾക്കുണ്ടാവും അതിനേക്കാളും വലിയ വയറ്, അത്രേ എനിക്ക് പറയാം. അപ്പോൾ അവർ പുറത്ത് വരുന്നില്ലല്ലോ, അങ്ങനെയൊക്കെയാണ് ടൈറ്റിലൊക്കെ ഇടുന്നത്. അതൊന്നും ഞാൻ ആക്സെപ്റ്റ് ചെയ്തത്. ബിഗ് ബോസ് ഹൗസിലാണെങ്കിലും ശരി, പുറത്താണെങ്കിലും ശരി, അങ്ങനെ ബോഡി ഷെയിം ചെയ്യാൻ പാടില്ല. ഓരോരുത്തരുടെ ശരീരപ്രകൃതം അങ്ങനെ ആയിരിക്കും, അത് എന്ത് ചെയ്യാൻ പറ്റും. അപ്പോൾ അത് തെറ്റാണ്, അത് അനുമോളാണ് ചെയ്യുന്നത്. പിന്നെ അതുപോലെ എനിക്ക് പറയാം, നെവിൻ്റെ ഒരു കേസ് ഞാൻ പറയാം. TTFൽ ടിക്കറ്റ് ടു ഫിനാലിൽ നെവിൻ ഇങ്ങനെ കുറേ അനുമോളെ മാത്രം ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു. ശരിയാണ്, അനുമോളാണ് ആദ്യം സ്റ്റാർട്ട് ചെയ്തത്, ഇങ്ങോട്ടും നീങ്ങി, അതൊക്കെ സമ്മതിച്ചു. ഒരാവശ്യം പറയാം, 2 പ്രാവശ്യം പറയാം, പിന്നെയും പറയേണ്ട ആവശ്യമില്ല. അതാണ് ബിഗ് ബോസ് അവിടെ മിണ്ടാത്തത്. കാരണം ഒരുപാട് അങ്ങ് പറയുമ്പോഴല്ലോ അത് ടാർഗറ്റിംഗ് ആയി മാറും. അതിൻ്റെ ആവശ്യമില്ല. നെവിനോട് 2 പ്രാവശ്യം പറഞ്ഞു, അത് വിട്ടു. അപ്പോൾ അനുമോൾ ചെയ്യുന്നുണ്ട്, ബിഗ് ബോസ് ഒന്നും പറഞ്ഞില്ലെങ്കിൽ ബാക്കിയുള്ളവരും ചെയ്തോ, അത്രയേ ഉള്ളൂ, വിട്ടു. അത് ഷാനവാസ് അവിടെ പറഞ്ഞ പോയിന്റാണ്. അത് അതിൻ്റെ ആവശ്യമില്ല. അതിൽ കൂടുതൽ ഇരുന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ തന്നെയാണ് നെഗറ്റീവ് ആവും. അപ്പോൾ നെവിൻ അവിടെ ചെറുതായിട്ട് അത് വേണ്ട നെവിനെ. അത് ഈ ലാസ്റ്റ് ഗെയിമിലേക്കൊക്കെ വരുമ്പോണ്ടല്ലോ അതിൻ്റെ ആവശ്യം നെവിന് ഇല്ല. ശരി, നെവിൻ ഗെയിം കളിക്കാൻ നമുക്ക് പറയാം, 1-2 പ്രാവശ്യം മതി, ഫുൾ സ്റ്റോപ്പ്, ദാറ്റ്സ് ഇറ്റ്. ഇനി അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ എനിക്ക് പറയാനുള്ള കുറേ കാര്യങ്ങളുണ്ട്, ചെറിയ കാര്യങ്ങൾ. ഫോർ എക്സാമ്പിൾ, ഇവർ ക്യാപ്റ്റൻ ആയല്ലോ, 3 പേര് ക്യാപ്റ്റൻ ആയപ്പം ടോയ്ലറ്റ് അനുമോൾക്ക് ഭയങ്കര ദേഷ്യമാണ്, ഭയങ്കര ഫ്രസ്ട്രേഷനാണ് പുള്ളിക്കാരിക്കാനും. പുള്ളിക്കാരൻ ക്യാപ്റ്റൻ ആയില്ല, അതാണ് വിഷമം. അത് തന്നെ അനുമോളുടെ ഫാൻസിനൊക്കെ വിഷമം. ക്യാപ്റ്റൻ ഇതുവരെ ആയിട്ടില്ല, അവിടെ നിന്ന് ഡിസ്കസ് ചെയ്യുന്ന അടുത്ത പ്രാവശ്യം ഞാൻ ക്യാപ്റ്റൻ ആക്കണം എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു, അതൊക്കെ വേറെ കാര്യം. പക്ഷേ ക്യാപ്റ്റൻ ആവാത്തതുകൊണ്ട് ഇവർ 3 പേര് ക്യാപ്റ്റൻ ആയുള്ള അമർഷം പുള്ളിക്കാരുടെ മുഖത്തും എല്ലാ സംസാരത്തിലും ഒക്കെ ഉണ്ടായിരുന്നു.
അപ്പോൾ പുള്ളിക്കാരൻ എടുത്തിരുന്ന ഇഷ്യൂസാണ് ടോയ്ലറ്റ് ഇഷ്യൂ കോമൺ ആണോ അല്ല മെയിൽ ഫീമെയിൽ. അപ്പോൾ അവിടെ ആരും പറഞ്ഞൊരു പോയിന്റ് ഉണ്ട്, നിങ്ങൾ എത്ര മെയിലുണ്ട്, 6 ആണുങ്ങളുണ്ട്, 3 പെണ്ണുങ്ങളേ ഉള്ളൂ. ഇനി അത് കോമൺ ആയിട്ട് യൂസ് ചെയ്തതിൽ ശരിയാവില്ല, കാരണം വെച്ചാൽ അത് ഡിസ്ട്രിബ്യൂട്ടഡ് ആവില്ല ഈക്വലി. ഫൈൻ, ഫെയർ. ഇനി അത് അങ്ങനെ ഉണ്ടെങ്കിൽ അത് ഞാൻ ടോയ്ലറ്റ് ക്യാപ്റ്റൻ ആയപ്പോൾ ഞാൻ ക്ലീൻ ചെയ്തിട്ടുണ്ട്, അതുപോലെ ഇപ്പോഴത്തെ ടോയ്ലറ്റ് ക്യാപ്റ്റനും ക്ലീൻ ചെയ്യണം, അത്രേ ഉള്ളൂ, ഡൺ, ഫുൾ സ്റ്റോപ്പ്. പിന്നെ അടുത്ത അനുമോൾ ഇട്ടൊരു വിഷയമുണ്ട്, ബെഡ്ഷീറ്റ് ഇഷ്യൂ. ബെഡ്ഷീറ്റ് മടക്കി വെക്കണം, നമ്മുടെ വീടുകളിലൊക്കെ ബെഡ്ഷീറ്റ് മടക്കി വെക്കും, നമ്മുടെ വീട് പോലെയാണ് ഇതെന്നൊക്കെ പറഞ്ഞപ്പോൾ അക്ബർ പറഞ്ഞൊരു പോയിന്റ് ഉണ്ട്. നമ്മുടെ വീട്ടിൽ നമ്മൾ എനിക്കുമ്പോൾ തന്നെ ഡാൻസ് കളിച്ചിട്ടാണോ എനിക്കുന്നത്? അല്ല. അപ്പം അങ്ങനെ പറയാൻ പറ്റില്ല, പക്ഷെ ബെഡ്ഷീറ്റൊക്കെ നോർമലി എല്ലാവരും ചെയ്യും. അപ്പോൾ അക്ബർ പറഞ്ഞൊരു കൗണ്ടർ എനിക്ക് ശരിക്കും ഇഷ്ടമായി. അപ്പോൾ അനുമോൾ വീട്, ചില കാര്യത്തിന് മാത്രം അനുമോൾക്ക് വീട് പോലെയും ചില കാര്യത്തിൽ വീടല്ല. അതാണ് ആ ഒരു ഡബിൾ സ്റ്റാൻഡ് എടുത്ത് പുറത്തിട്ടാണ്. അപ്പോൾ ആ ബെഡ്ഷീറ്റിൻ്റെ കാര്യം അനുമോൾക്ക് തന്നെ എടുത്ത് കൊടുത്തു. അതൊരു കാര്യം ചെയ്യാം, അനുമോൾക്കല്ലേ അത് പ്രശ്നം, അനുമോൾ അത് ചെയ്തോ, അനുമോളുടെ ഡ്യൂട്ടി ആയിട്ട് അങ്ങനെ എടുത്തോ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ കൊടുത്തു. അതൊക്കെ എനിക്ക് ചെറുതായിട്ട് ഇഷ്ടമായി. ശരിക്കും പറഞ്ഞാൽ അങ്ങനെയാണ് ഗെയിം കളിക്കുക. അത് ആർക്കും ദോഷമില്ലാത്ത തരത്തിലൊരു ഗെയിം, അതാണ് ഗെയിം, രസമാണ്, ഒരു കൗണ്ടർ ഗെയിം, അതാണ് കളിച്ചത്. പിന്നെ അനീഷിനെ സ്റ്റോർ റൂമിൽ വിടാൻ സമ്മതിച്ചു. അതറിയോ, അനീഷിനെ സ്റ്റോർ റൂമിൽ പൊയ്ക്കോ എന്ന് നവീൻ പറഞ്ഞു. അനീഷേട്ടാ സ്റ്റോർ റൂമിൽ പൊയ്ക്കോ, പക്ഷേ ലെറ്റർ വരുമ്പോൾ ഞങ്ങൾ വായിക്കും, അത്രേ ഉള്ളൂ. അപ്പോൾ പുള്ളിക്കാരന് സന്തോഷം. അത് അവരുടെ ആ ഒരു ക്യാപ്റ്റൻസിനെ കുറിച്ച് എനിക്ക് കുറച്ച് പോസിറ്റീവായിട്ട് ഫീൽ ചെയ്ത കുറച്ച് കാര്യങ്ങളാണ്. ഇനി ഇവർ നെഗറ്റീവ് ആവാം കേട്ടോ, ഇവർ ഓവർഡൂ ചെയ്താൽ നെഗറ്റീവ് ആവും, അവർ ഉറപ്പായിട്ടും നെഗറ്റീവ് ആവും, നോ ഡൗട്ട്. അപ്പം ഇവരെങ്ങനെ ഇത് കളിക്കുന്നു എന്നുള്ളതായിരിക്കും ഈ ആഴ്ച അവരുടെ വോട്ടിങ്ങും എല്ലാം. ഇനി ഇതാണ് എനിക്ക് ഇത്ര പറയാനുണ്ടായിരുന്നുള്ളൂ, വേറെ ഒന്നും വലിയ കാര്യമായിട്ടും ഉണ്ടായില്ല. ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ. ഇപ്പോൾ ദീപാവലി സെലിബ്രേഷൻ ആയിരുന്നു, നല്ലതായിട്ട് ദീപാവലിയൊക്കെ സെലിബ്രേറ്റ് ചെയ്തു. ദീപാവലി അല്ലേ, സ്വീറ്റ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ടെന്ന് വീട്ടിൽ നിന്ന് സ്വീറ്റ്സ് ഒക്കെ എടുത്ത് അവർ കഴിച്ചു. നല്ലോണം സ്വീറ്റ് തിന്നണോ, ഇത്ര അധികം സ്വീറ്റ്സ് ഒക്കെ ഒറ്റയടിക്കുന്ന കഴിക്കുന്ന ആൾക്കാരൊക്കെ ഞാൻ ആദ്യമായിട്ട് കാണുന്നത്. എങ്ങനെ കഴിക്കാൻ പറ്റും, പിന്നെ അങ്ങനെയാണ് ടാസ്ക് ചെയ്യാൻ പറ്റുന്നത്? ഷുഗറൊക്കെ അടിച്ച് കയറ്റിയിട്ടാണ് ടാസ്കിലേക്കൊക്കെ വരുന്നത്. എന്തോ ചെയ്യാൻ. ഓക്കെ, അപ്പം പിന്നെ അടുത്ത എപ്പിസോഡിൻ്റെ റിവ്യൂ ആയിട്ട് വരാം. അതുവരെ ബൈ.